വീണ്ടും ചില ദേശീയ വാർത്തകളിലേക്ക് പോകുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ലഷ്കർ തലവൻ ഹാഫിസ് സെയ്ദിനെതിരെ ജാമ്യമില്ലാ വാറണ്ട്. ജമ്മുവിലെ NIA പ്രത്യേക കോടതിയുടേതാണ് അതിശക്തമായ നടപടി. കാലപരിധിയില്ലാത്ത ഓപ്പൺ എൻഡഡ് വാറണ്ടാണ് കോടതി പുറപ്പെടുവിച്ചത്. ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഭീകരനെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. വിവരങ്ങളുമായി S. നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. നന്ദിനി, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ ലഷ്കർ-ഇ തോയ്ബയുടെ സ്ഥാപകൻ കൂടിയായിട്ടുള്ള ഹാഫിസ് സെയ്ദാണല്ലോ. അത് പഹൽഗാം വിഷയത്തിൽ മാത്രമല്ല, ഇനി 2008 മുംബൈ ഭീകരാക്രമണമാണെങ്കിലും ഇതെല്ലാം ആസൂത്രണം ചെയ്തത് ഈ കൊടും ഭീകരനാണ്. അപ്പോൾ ഇയാളെ ഇന്ത്യയിൽ എത്തിച്ചുകൊണ്ട് ഇവിടുത്തെ നിയമ നടപടികൾക്ക് വിധേയമാക്കുക എന്നതാണോ കേന്ദ്ര സർക്കാരിന്റെയും കോടതികളുടെയും ലക്ഷ്യം? ഗൗതം, ഭാരതത്തിൽ നിരപരാധികളുടെ ചോരയ്ക്ക് കാരണമായ അല്ലെങ്കിൽ ചോര പുഴയൊഴുക്കിയ ഹാഫിസ് സെയ്ദ് എന്ന ലഷ്കർ-ഇ തോയ്ബയുടെ തലവൻ, ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ ജമ്മുവിലെ NIA കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സമയപരിധിയില്ലാത്ത വാറണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രത്യേകത, അതായത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ഈ ഹാഫിസ് സെയ്ദ് ആണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം NIA അനുബന്ധ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ജമ്മുവിലെ NIA കോടതിയിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് ഇയാൾ അതിർത്തിക്കപ്പുറത്തിരുന്നു കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണം നടത്തിയിരുന്നു. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേകമായിട്ട് ഈ പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത്. അതിൽ വലിയ രീതിയിലുള്ള ഒരു ഭീകരർ, അതായത് വലിയ പരിശീലനം ലഭിച്ച ഭീകരർ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് NIA അനുബന്ധ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയത്. ഈ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരിധിയില്ലാത്ത, അതായത് സമയപരിധിയില്ലാത്ത വാറണ്ട് ഇയാൾക്കെതിരെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചപ്പോൾ തന്നെ മുംബൈ ഭീകരാക്രമണം അടക്കം രാജ്യത്ത് നടന്ന പല ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ഈ ഹാഫിസ് സെയ്ദാണ്. അയാൾക്കെതിരെയാണ് ഇപ്പോൾ രാജ്യത്തെ കോടതി ഇപ്പോൾ ഒരു വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗൗതം, ഓക്കെ. കൊടും ഭീകരനും ലഷ്കർ-ഇ തോയ്ബയുടെ സ്ഥാപകനും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള കൊടും ഭീകരൻ ഹാഫിസ് സെയ്ദിനെതിരെ ഇപ്പോൾ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജമ്മുവിലെ NIA കോടതി. ഇയാളെ ഭാരതത്തിലെ നിയമത്തിന് മുന്നിൽ വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോടതിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ നീക്കം. നന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.